ഒമാനിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തൊഴിൽ മന്ത്രാലയം. ഈജിപ്തിലുണ്ടായ വാഹന അപകടത്തിൽ 3 ഖത്തറി ഉദ്യോഗസ്ഥർ മരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ സൗദി സന്ദർശനം മാറ്റിവെച്ചതായി സംഘാടകർ തന്നെ അറിയിച്ചിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമൊക്കെയായി മസ്കറ്റിൽ നിന്ന് അലി കൂട്ടായി, ഒപ്പം സൗദിയിൽ നിന്ന് അഫ്താബ് റഹ്മാൻ എന്നിവർ ചേരുകയാണ്. അലി കൂട്ടായിലേക്കാണ്. അലി, ഗാർഹിക തൊഴിലാളികളുടെ അതുപോലെ തന്നെ സമാന പദവിയിലുള്ളവരുടെയും ഒക്കെ ജോലികൾക്കുള്ള നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ തൊഴിലാളികളുടെ അവകാശങ്ങളും ഒക്കെ പ്രഖ്യാപിച്ച ഒമാൻ തൊഴിൽ മന്ത്രാലയം എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് അതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്? ഈ ജോലി സമയം, അവരുടെ അവധി ദിവസങ്ങൾ, ശമ്പള വിതരണം തുടങ്ങിയവ സംബന്ധിച്ചൊക്കെ എന്തൊക്കെ വ്യവസ്ഥകളാണ് അതിൽ ഉൾപ്പെടുന്നത്? ധന്യ, തൊഴിൽ മന്ത്രാലയം ഇന്ന് പുറപ്പെടുവിച്ച തൊഴിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതിൽ തന്നെ ഈ ഗാർഹിക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ ആരാണ് ഗാർഹിക തൊഴിലാളികൾ എന്ന് സംബന്ധിച്ച് കൃത്യമായി തൊഴിൽ മന്ത്രാലയം പറയുന്നുണ്ട്. അതിൽ തന്നെ സ്വകാര്യ ഡ്രൈവർമാർ ഗാർഹിക തൊഴിൽ പരിധിയിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ തോട്ടക്കാർ, കാർഷിക തൊഴിലാളികൾ, റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഗാർഡുകൾ, അതേപോലെ തന്നെ ഹോം ഹെൽത്ത് അസിസ്റ്റന്റുമാർ, സ്വകാര്യ നഴ്സുമാർ, ഹോം പാചകക്കാർ, ഒട്ടകം കന്നുകാലികൾ, കുതിര വളർത്തുന്നവർ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്നവർ തുടങ്ങി ഇത്തരം തൊഴിലുകളുമായി ബന്ധപ്പെട്ട എല്ലാവരും ഗാർഹിക തൊഴിലിൻ്റെ പരിധിയിൽ പെടുന്നതാണ്. ഇവരുടെ ശമ്പളം, അതുപോലെ തന്നെ അവധി, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ തൊഴിൽ മന്ത്രാലയം വ്യക്തത വരുത്തിയ ഒരു കാര്യം, ദിവസവും 12 മണിക്കൂർ ജോലി എന്നതാണ് ഗാർഹിക തൊഴിലാളികളെ കൊണ്ട് എടുപ്പിക്കാൻ പാടുള്ളൂ എന്നതാണ് കൃത്യമായി തൊഴിൽ മന്ത്രാലയം ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ 2 മണിക്കൂർ അധികമായി നിങ്ങൾ ജോലി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ അധിക പണം ശമ്പളമായി അവരുടെ അക്കൗണ്ടിലേക്ക് കൈമാറണമെന്നും പറയുന്നുണ്ട്. ഇത് തന്നെ തൊഴിലാളിയുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ അധിക സമയം അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആഴ്ചയിൽ അസുഖ സംബന്ധമായ കാര്യങ്ങളിൽ അവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന പക്ഷം അവർക്ക് ആഴ്ചയിൽ വിശ്രമത്തിന് അനുമതി നൽകണമെന്നുകൂടി അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വർഷത്തിൽ 21 ദിവസത്തെ ലീവ് ഈ ഗാർഹിക തൊഴിലാളികൾക്ക് അവർക്ക് അതിന് അർഹതയുണ്ടെന്നും പറയുന്നുണ്ട്. അവരുടെ വേതനം, ശമ്പളം കൃത്യമായി ഏതാണോ മാസം അവരെ ജോലിക്കെടുത്തത് ആ മാസം അവസാനിക്കുമ്പോൾ അവരുടെ ശമ്പളം കൃത്യമായി അവരുടെ അക്കൗണ്ടിലേക്ക് കൈമാറണമെന്നും ഇത് 7 ദിവസത്തിലധികം പോകരുത് എന്നുകൂടി തൊഴിൽ മന്ത്രാലയം കൃത്യമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ തൊഴിലിടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇവർ കൃത്യമായി ഭക്ഷണം, അതുപോലെ തന്നെ താമസ സൗകര്യം, അതുപോലെ ഇവർ തൊഴിൽ സ്ഥലത്ത് നിന്ന് അധിക ദൂരെയാണ് താമസിക്കുന്നതെങ്കിൽ അങ്ങോട്ടുള്ള വാഹന സൗകര്യവും തൊഴിലുടമ കൃത്യമായി തൊഴിലാളികൾക്ക് അനുവദിച്ചു കൊടുക്കണമെന്നതുകൂടി തൊഴിൽ മന്ത്രാലയം പറയുന്നുണ്ട്. കൃത്യമായി ഈ രീതിയിലൊക്കെ തന്നെയാണ് പോകുന്നത്. അതുപോലെ തൊഴിലാളികളെ നിയമിക്കുന്നതിന് ഒരു തരത്തിലുള്ള തൊഴിലാളികളെ നിയമിക്കുന്നതിന് ഒരു തരത്തിലുള്ള പ്രോസസ്സിംഗ് ഫീസും അവരിൽ നിന്ന് ഈടാക്കരുത് എന്നതുകൂടി തൊഴിൽ മന്ത്രാലയം പറയുന്നുണ്ട്. 21 വയസ്സിന് താഴെയുള്ള ആരെയും ഗാർഹിക തൊഴിലിന് നിയമിക്കരുതെന്ന് കൂടി ഒമാൻ തൊഴിൽ മന്ത്രാലയം പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പരസ്യ ഏജൻസികൾക്കുള്ള മുന്നറിയിപ്പ് കൂടി തൊഴിൽ മന്ത്രാലയം നൽകുന്നുണ്ട്. നിറത്തിന്റെ പേരിലോ മതത്തിന്റെ പേരിലോ തൊഴിലാളികൾ ഉണ്ട് എന്ന പേരിൽ പരസ്യം നൽകാൻ ഒരിക്കലും അനുവദിക്കരുതെന്ന് പറയുന്നുണ്ട്. കൃത്യമായി ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള നിയമലംഘനങ്ങൾ ഉണ്ടായാൽ, അതായത് തൊഴിലാളിയെ ഉപദ്രവിക്കുക, അതുപോലെ തന്നെ തൊഴിലാളിയുടെ സമ്മതമില്ലാതെ പാസ്പോർട്ടോ മറ്റ് അവരുടെ വ്യക്തിഗതമായ രേഖകളോ കൈവശം വെക്കുക പാടില്ല. അങ്ങനെയുള്ള നിയമലംഘനങ്ങൾ തടഞ്ഞാൽ കൃത്യമായി തൊഴിലാളികൾക്ക് തൊഴിൽ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് പരാതി നൽകാം. ഇതുമായി സംബന്ധിച്ച ഫീസുകളും മറ്റു കാര്യങ്ങളൊക്കെ തൊഴിലുടമകളിൽ നിന്ന് തന്നെ ഈടാക്കും എന്നത് കാര്യം കൂടി പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്, അതായത് ജോലി സമയവും അവരുടെ വേതനവും ഈ കാര്യങ്ങളൊക്കെ തൊഴിൽ മന്ത്രാലയം പറയുന്നത്. കൃത്യമായി ഇത് പാലിക്കണമെന്നും തൊഴിലുടമകളോട് പറയുന്നുണ്ട്. ധന്യ, യെസ്, വിവരങ്ങളാണ് അലി കൂട്ടായി മസ്കറ്റിൽ നിന്ന് നൽകിയത്.